ഹലോ ഓൾ. ഇന്ന് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജീനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ കീ കോൺസെപ്റ്റ്സ് എന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്നും ഈ പറഞ്ഞതുപോലെ എന്തിനാണ് ഒരു വ്യക്തി ലൈഫ് സ്പാൻ സൈക്കോളജി പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ഡെവലപ്മെൻ്റൽ സൈക്കോളജി? ലൈഫ് സ്പാൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് അത് ആ വ്യക്തിയുടെ എൻറ്റയർ ലൈഫ് സ്പാനിൽ നടക്കുന്ന, അതായത് കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെയുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ചേഞ്ചസുമാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പറയുന്നത്. ഒന്നുകൂടി പറയണം, കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെയാണ്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനനമല്ല, അതായത് ആ ഒരു വ്യക്തിയെ കൺസീവ് ചെയ്യുന്നത് തൊട്ടിട്ട് ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് തൊട്ടിട്ട് മരണം വരെ എന്നാണ് പറയുന്നത്. ആ ഗർഭപാത്രം തൊട്ടിട്ട് ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ്, മരണം വരെയുള്ള ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ്, ആ വ്യക്തിയിലുണ്ടാവുന്ന ചേഞ്ചസ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം, ഡ്യൂറിങ് ഹിസ് ലൈഫ് സ്പാനിനെയാണ് ലൈഫ് സ്പാൻ സൈക്കോളജി പഠിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇമോഷണലി എന്നുള്ളത്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് അതിൽ എക്സാമിൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ദ ലൈഫ് സ്പാൻ ആണ് ലൈഫ് സ്പാൻ സൈക്കോളജി ശ്രദ്ധിക്കുന്നത്. ഒരു വ്യക്തിയെ, ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം. അതായത് ഒരു വ്യക്തിയുടെ ജെനറ്റിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അവൻ അച്ഛൻ്റെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവൻ അമ്മയുടെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു വ്യക്തിയുടെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന അല്ലെങ്കിൽ അവൾ ജീവിച്ച് വരുന്ന എൻവിയോൺമെൻറ്റ്, ചുറ്റുമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൾച്ചർ, ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന, ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തിലുണ്ടാവുന്ന ചെറിയ ഇൻസിഡൻസ് തന്നെ വലുതാവുമ്പോൾ അതൊരുപാട് ആ വ്യക്തിയെ ലേറ്റർ സ്റ്റേജസിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ലൈഫ് സ്പാൻ സൈക്കോളജിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ റിസർച്ചേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കലായിട്ടുള്ള പാറ്റേണും ആ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റിനെയും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ പഠിക്കുകയാണ്. ആ വ്യക്തിയുടെ ഏജും മെച്യൂരിറ്റിയും വെച്ചുകൊണ്ട് അവർ എക്സാമിൻ ചെയ്യുകയാണ്. ഇതിൽ പല കീ ഏരിയാസ് ഓഫ് ഫോക്കസും ഉണ്ട് ആ ഒരു ഡെവലപ്മെൻറ്റിൽ വരുമ്പോൾ. അപ്പോൾ നമുക്കതിനെ 5ആയിട്ട് തരംതിരിക്കാം. ആ ഒരു ലൈഫ് സ്പാൻ സൈക്കോളജീനെ എൻകോംപസ് ചെയ്യുന്ന ആ ഒരു 5 സെക്ഷൻസ് നമ്മൾ പറഞ്ഞു, കൺസെപ്ഷൻ മുതൽ ഡെത്ത് വരെ. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റഫ്ലി ഡിവൈഡ് ചെയ്യാം. ഒന്ന്, പ്രീനേറ്റൽ ഡെവലപ്മെൻറ്റ്, ജനനത്തിന് മുമ്പ്. ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്, ചെറുപ്പം മുതൽ ആ ഒരു കുട്ടി ചൈൽഡ്ഹുഡ് തീരുന്നത് വരെ, ചൈൽഡ്ഹുഡും അഡോളസൻസും മൂന്നാമതായിട്ട്. പിന്നെ അഡൽട്ട്ഹുഡ് 4, പിന്നെ ലേറ്റ് അഡൽട്ട്ഹുഡും ഏജിങ്ങും. അങ്ങനെ 5ആയിട്ട് പ്രീനേറ്റൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്, പിന്നെ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, പിന്നെ അഡൽട്ട്ഹുഡ്, പിന്നെ ലേറ്റ് അഡൽട്ട്ഹുഡ് ആൻഡ് ഏജിങ്. പ്രീനേറ്റൽ ഡെവലപ്മെൻറ്റിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ആ ഒരു കുട്ടിയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെയുള്ള ഗ്രോത്തും ചേഞ്ചസും, ആ ഒരു ബേസിക് കോഗ്നേറ്റീവ് ആൻഡ് സെൻസറി അബിലിറ്റീസും. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് കുട്ടി ചവിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റിൽ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അത് കേൾക്കുന്നുണ്ട്, ആ കുട്ടി അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു പഠനത്തിലാണ് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീനേറ്റൽ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഇൻഫൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡാണ്. ജീവിതത്തിൻ്റെ ആദ്യത്തെ 2-3 വയസ്സ്
ആ സമയത്തുണ്ടാവുന്ന മോട്ടോർ സ്കിൽസ്, കുട്ടി നടക്കുന്നു, ഓടുന്നു, എഴുതുക, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പലരും പല ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾ ഒരു കൊല്ലം കഴിയുമ്പോഴും സുഖമായിട്ട് ഓടി നടക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ചിലർ ഇതുപോലെ സംസാരിക്കാൻ ലേറ്റ് ആവുന്നുണ്ട്, ലാംഗ്വേജ് അക്യൂസേഷന് വളരെ ലേറ്റ് ആവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ കെയർ ഗീവേഴ്സ്, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, ആ കുട്ടിയായിട്ട് ഇടപഴകുന്നവരായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് എത്രത്തോളമാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ഒരു കുട്ടി ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ ഉള്ള കോഗ്നിറ്റീവ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, സെൽഫ് ഐഡൻറ്റിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ഒരു വ്യക്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയും ഐഡിയാസും ഐഡിയോളജിയും ഉള്ളൊരു അഡൽട്ടായിട്ട് മാറുന്ന ആ ഒരു ചേഞ്ചുള്ള ടൈം പീരീഡ്. ഇതുപോലെ തന്നെ പിന്നെ അഡൽട്ട്ഹുഡിൽ ഉണ്ടാവുന്ന കരിയർ ഡെവലപ്മെൻറ്റും റിലേഷൻഷിപ്സും പാരൻറ്റിങ്ങും ആ വ്യക്തിയുടെ ഏജിങ് പ്രോസസ്സും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളത്. പിന്നെ ലേറ്റ് അഡൽട്ട്ഹുഡും ഏജിങ്ങും നമുക്കറിയാം. ഒരു വ്യക്തിയുടെ ആ ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഒരു ഓൾഡ് ഏജിലേക്ക് കയറുന്ന സമയത്ത് ഓർമ്മശക്തി കുറയുക എന്ന് പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. റിട്ടയർമെൻറ്റിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ചേഞ്ചസിലോട്ട് വരുമ്പോൾ, സോഷ്യൽ റോളിലൊരു ചേഞ്ച് വരുമ്പോൾ, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ബ്രെഡ് വിന്നറായിട്ടുള്ളൊരു വ്യക്തി റിട്ടയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പെൻഡൻ്റ് ആവുന്നത് പോലെ തന്നെ അപ്പോൾ ആ വ്യക്തിയിലുണ്ടാവുന്ന സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഹെൽത്തിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിങ് എ പേഴ്സൺസ് ലൈഫ് ടൈം ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത് എന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻറ്റിന് അന്ത്യമില്ല. ഗ്രോത്ത് പോലെയല്ല. ഗ്രോത്ത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിൽക്കും. ഫിസിക്കൽ ഗ്രോത്ത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിൽക്കും. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ടാണ്, ഡൈനാമിക്കാണ്, കണ്ടിന്യൂസ് ആണ്. ടിൽ ഡെത്ത് എ പേഴ്സൺ ക്യാൻ ഡെവലപ്പ്. വില്ലന് അവസാനത്തെ നിമിഷം ഒരു ചെറിയ ആക്ട് ചെയ്തിട്ട് അവന് നല്ലവനാവാൻ വേണം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് മതി ആ വ്യക്തിയുടെ ലേറ്റർ സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഒരു ബിഗ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കുട്ടി ഒന്ന് സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ആ കുട്ടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി ഇത്രയും കൂടിയും ശ്രദ്ധ കൂടുതൽ കൊടുക്കും അടുത്ത പ്രാവശ്യം സൈക്കിൾ ഓടിക്കുമ്പോൾ. ആ ശ്രദ്ധ ആ വ്യക്തി നിലനിർത്തി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇത്രയും കൂടിയും ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിട്ട് ആ കുട്ടിക്ക് മാറാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻ്റാണ് ആ വ്യക്തിയെ ഈ പറഞ്ഞതുപോലെ ഇത്രയും കൂടിയും അറ്റൻഷൻ കൂടുതൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫോക്കസ് കൂടുതൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കിയത്. അപ്പോൾ ഒരു ചെറിയ ലൈഫ് എക്സ്പീരിയൻസ് മതി ആ വ്യക്തിയിലൊരു ബിഗ് ഇമ്പാക്റ്റ് ലേറ്റർ സ്റ്റേജസിലോട്ട് കൊണ്ടുവരാനായിട്ട്. എന്താണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നത്? ഒരു വ്യക്തിനെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലെടുത്തിട്ട് അവൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വ്യക്തി എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ വ്യക്തിയുടെ ചുറ്റുപാട്, ഫാമിലി, കൾച്ചർ, എൻവയോൺമെൻറ്റ്, സൊസൈറ്റി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം പഠിക്കുന്നതാണ് ലൈഫ് സ്പാൻ സൈക്കോളജി. അപ്പോൾ ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ലൈഫ് സ്പാനിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ഉള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ വെൽബീയിങ്ങും ആ സമയത്ത് ഓരോ ചാലഞ്ചസ് വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ അവനെ എൻകൗണ്ടർ ചെയ്യുക, ചാലഞ്ചസ് ആ വ്യക്തി എൻകൗണ്ടർ ചെയ്യുക. അപ്പോൾ ആ വ്യക്തിയിൽ വരുന്ന ചേഞ്ചസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഈ സൈക്കോളജിയിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ്? ഫിസിക്കൽ, കോഗ്നിറ്റീവ്,
ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ് ഓവർ ടൈം ഡ്യൂറിങ് ഹിസ് ലൈഫ് സ്പാൻ. ഒരു വ്യക്തിയിലുള്ള ഹിസ് ഓർ ഹെർ ലൈഫ് സ്പാനിലുള്ള ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്ങും ഡെവലപ്മെൻറ്റുമാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള ലെവലിൽ വെറുതെ ഒരു ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ബുദ്ധി വളർച്ച മാത്രമല്ല ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. എൻവയോൺമെൻറ്റ് ഉണ്ടാവും, കൾച്ചർ ഉണ്ടാവും, ഫാമിലി, സൊസൈറ്റി, ഹിസ് ഓർ ഹെർ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ്. അപ്പോൾ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസസ് പോലും ആ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ ഒരു വ്യക്തി വളരുന്നു, എങ്ങനെ ഒരു വ്യക്തി പഠിക്കുന്നു, എങ്ങനെ ആ വ്യക്തി ആ വളർന്ന് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നു. ഹൗ എ പേഴ്സൺ ഗ്രോസ്, ഹൗ എ പേഴ്സൺ ലേൺസ്, ഹൗ ദേ ട്രൈ ടു അഡാപ്റ്റ് ടു വാട്ട് ദേ ഹാവ് ലേൺഡ്, ഹൗ ദേ ചേഞ്ച്, ഹൗ ദേ അഡാപ്റ്റ് ഗെറ്റ്സ്. നമ്മൾ പറയുന്നത് അഡാപ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ വ്യക്തിയിൽ അഡാപ്റ്റ് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസിനെ കൺസീവ് ചെയ്യുന്നത് ഒക്കെയാണ് ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സ്പീരിയൻസസും ആ വ്യക്തിയിൽ ലൈഫ് ചേഞ്ചിങ് ആക്കുന്നു. അതാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കീ കോൺസെപ്റ്റ്സ് എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഓഡിയോ നിർത്താം. എന്താണ് കീ കോൺസെപ്റ്റ്സ് ഇൻ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ്? ആദ്യത്തെ നേച്ചർ ആൻഡ് നേർച്ചർ. നേച്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജനറ്റിക്സ്, ജനിതകമാണ്. ആ വ്യക്തിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ജനറ്റിക്സ് ആണെന്ന് പറയാം. നേർച്ചർ, എങ്ങനെ ആ കുട്ടിയെ വളർത്തുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ വളരെ നല്ലവനാണ്, അമ്മ വളരെ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി എങ്ങനെ വളർന്നാലും നല്ലതാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദേ ആർ നേർച്ചേർഡ്, എങ്ങനെ ആ വ്യക്തിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ജനറ്റിക്സിനോടൊപ്പം എൻവയോൺമെൻറ്റും നല്ലതാവണം എന്ന് പറയുന്നത്. ആ കുട്ടീനെ കുറേ കള്ളന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എത്ര വലിയ വ്യക്തികളാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആ വ്യക്തി ആ എൻവയോൺമെൻറ്റിൽ ഉള്ള കാര്യങ്ങൾ, ആ കുട്ടി ചുറ്റും കാണുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടി ഒരുപാട് ആർജിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ വ്യക്തിയിൽ വളരെ ഡിഫറെൻറ്റ് ചേഞ്ചസ് വരും. ഹൗ ജനറ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറ്റിക്സ് നല്ലതായതുകൊണ്ട് എൻവയോൺമെൻറ്റ് മോശം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി നല്ലതാവണം എന്നില്ല. വി നീഡ് ബോത്ത് ജനറ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഫോർ ബ്രിങ്ങിങ് അബൌട്ട് എ ചൈൽഡ് ടു ബി എ ബെറ്റർ സിറ്റിസൺ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നേർച്ചർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കണ്ടിന്യൂസ് വേഴ്സസ് ഡിസ്കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഗ്രാജുവലാണ്, കണ്ടിന്യൂസ് ആണെന്ന് ഒരു സെക്ഷൻ ആൾക്കാർ പറയുന്നുണ്ട്. ജനറ്റിക്സ് ഈ പറഞ്ഞ പോലെ ഡെവലപ്മെൻറ്റ് പെട്ടെന്നൊരു ദിവസം വരുന്നതാണ് എന്നും പറയുന്നുണ്ട്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ശരികളുണ്ട്. പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് പുണ്യാളനാവാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ടേക്സ് ടൈം. പറഞ്ഞ പോലെ പെട്ടെന്നൊരു ദിവസം കിട്ടുന്നതല്ല സക്സസ് എന്ന് പറയുന്നത്, ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. വർക്കിംഗ് ഹാർഡ് എന്ന് പറയുന്നത് അതൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ലോ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ പറയും അഡോളസൻ പീരീഡ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം ടക്ക് എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇൻ വിമൻ നമ്മൾ പറയുന്നത് പ്യൂബേർട്ടി എന്ന് പറയുന്നത് കംസ് ഓൾ ഓഫ് എ സഡൻ. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ഗ്രാജുവലോ കണ്ടിന്യൂസോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് കെയിം ഔട്ട് ഓൾ ഓഫ് എ സഡൻ ആൻഡ് ഫോൾസ് ഓൾ ഓഫ് എ സഡൻ. അപ്പോൾ ആ ഒരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിസ്കണ്ടിന്യൂസ് ഓർ കണ്ടിന്യൂസ്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ദർ ഈസ് സം ഡെവലപ്മെൻറ്റ് വെദർ കണ്ടിന്യൂസ് ഓർ ഡിസ്കണ്ടിന്യൂസ്. മൂന്നാമത്തത് ക്രിട്ടിക്കൽ ആൻഡ് സെൻസിറ്റീവ് പീരീഡ്. ഒരു വ്യക്തിയിൽ ക്രിട്ടിക്കൽ പീരീഡ്സ് ഉണ്ടാവും, സെൻസിറ്റീവ് പീരീഡ്സ് ഉണ്ടാവും. ക്രിട്ടിക്കൽ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഈ പറഞ്ഞതുപോലെയുള്ള ക്രിട്ടിക്കൽ പീരീഡ്സ് വേണം. ബിക്കോസ് ദാറ്റ് ലീഡ്സ് ടു ഹിസ് ഓർ ഹെർ ഡെവലപ്മെൻറ്റ്. ദെയർ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദോസ് ക്രിട്ടിക്കൽ പീരീഡ്സ്.
അപ്പോൾ ആ ക്രിട്ടിക്കൽ പീരീഡിൽ അവൻ അല്ലെങ്കിൽ അവൾ ആ ഒരു ഫാക്ടർ കിട്ടിയിരിക്കണം. ഈ പറഞ്ഞതുപോലെ ഒരു 10 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഒപ്പം ഇൻട്രാക്ട് ചെയ്യാൻ വിടാത്തൊരു കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബിഹേവിയർ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം വി ഷുഡ് ലെറ്റ് ദം പ്ലേ വിത്ത് അതർ കിഡ്സ് ടു ബി സോഷ്യൽ. അപ്പോൾ അതൊരു ക്രിട്ടിക്കൽ പീരീഡാണ്. ദേ വാണ്ട് ടു ബി അല്ലെങ്കിൽ ദേ വാണ്ട് ടു ബി സോഷ്യൽ. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. അപ്പോൾ അവിടെ സോഷ്യൽ ആവണം. അതവൻ്റെ ക്രിട്ടിക്കൽ പീരീഡാണ്. ആൻഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓഫ് ടൈം ഹി ഓർ ഷീ ഷുഡ് ബി മെയ്ഡ് ടു സോഷ്യലൈസ്. അപ്പോൾ സോഷ്യലൈസ് ചെയ്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റിന് ഒരു ഹിൻഡ്രൻസ് ആവും. അതേപോലെ തന്നെ സെൻസിറ്റീവ് പീരീഡ്സ് ഉണ്ടാവും. സെൻസിറ്റീവ് പീരീഡ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഇൻപുട്സ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റെസ്പോൺസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സെൻസിറ്റീവ് പീരീഡ്സ് ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ ചിലരുടെ ഡെത്ത് ക്യാൻ ഹാവ് എ സെൻസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അസ്. അത് മെച്യൂരിറ്റിയിലേക്ക് ലീഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മെച്യൂരിറ്റി ആൻഡ് ഏജ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വൺ അനദർ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി 40 വയസ്സായതുകൊണ്ട് ആ വ്യക്തി മെച്ചുവേർഡാണ് എന്ന് പറയപ്പെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി ഓൺ എക്സ്പീരിയൻസസ്. ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് കാരണം ആ കുട്ടി 15 വയസ്സാകുമ്പോഴേക്കും മെച്യൂരിറ്റി ഏജിലേക്ക് എത്താം. ഒരു വ്യക്തിയുടെ ചുറ്റും സില്ലി ആയിട്ടാണ് തിങ്സ് ഹാപ്പൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് പീപ്പിൾ കൺസിഡർ ഹിം സില്ലി ആൻഡ് ഹീ കൺസിഡേഴ്സ് ദ വേൾഡ് അറൗണ്ട് ഹിം സില്ലി, ദെൻ ഹി ഓർ ഷീ can be immature even at the age of 40. അപ്പോൾ സെൻസിറ്റീവ് പീരീഡ്സ് ആൻഡ് ക്രിട്ടിക്കൽ പീരീഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ. സോ ദർ മസ്റ്റ് ബി അറ്റ് സം പോയിൻറ്റ് സം critical periods. Critical periods should happen at the right time, and sensitive period happens in a person's life which helps in person's development, which may or may not lead to maturity, which I have explained earlier. അടുത്തതെന്ന് പറയുന്നത് മെച്ചുറേഷനാണ്. അതിനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ലൈക്ക് ഫിസിക്കൽ എബിലിറ്റീസ്, മോട്ടോർ സ്കിൽസ്, അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി ചേഞ്ചസ് ഓവർ ടൈം. ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, അങ്ങനത്തെയുള്ള മെച്യൂരിറ്റീസ്. ബയോളജിക്കൽ ആൻഡ് ജനറ്റിക് മെച്യൂരിറ്റി കേട്ടോ. അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് ഫുള്ളി നമ്മൾ മെച്യൂറേഷൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഗ്രാജുവൽ. അപ്പോൾ മറ്റേതൊക്കെ എക്സെപ്ഷൻസേ പറയാൻ പറ്റുള്ളൂ. എക്സെപ്ഷണൽ സ്റ്റുഡൻറ്റ് എന്ന് പറയാൻ 5 വയസ്സിൽ തന്നെ ഈ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ we can imagine that a 10th standard student has this kind of abilities and this kind of ഇൻ്റലിജൻസ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. അത് ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ആണ്. മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി ഈസ് ഇൻ എ ഹോൾ അനദർ ലെവൽ. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. ആ കുട്ടി ഇമോഷണലി എങ്ങനെ മെച്യൂർഡായി എന്നുള്ളത് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് വൈസ് ഇരിക്കും. അങ്ങനെ ഇനി അടുത്ത സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫാമിലി, peers, the school he or she goes, the cultural values they get. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കുട്ടിയിലേക്ക് എന്ത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്തൊക്കെ ഇൻപുട്ട് ആ കുട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചുറ്റും കാര്യങ്ങൾ അവനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, ആ ഒരു കൾച്ചറൽ നോളജും ബിലീവ്സും. ഈ പറഞ്ഞതുപോലെ ഇഫ് ദിസ് പേഴ്സൺ ഈസ് സറൗണ്ടഡ് ബൈ എ ലോട്ട് ഓഫ് റിലീജിയസ് പീപ്പിൾ, then there is a high chance for that person to be religious. ആ ഒരു ഫാമിലി, ആ ഒരു പിയർ, ആ ഒരു എൻവയോൺമെൻറ്റ്, ആ ഒരു സ്കൂൾ എൻവയോൺമെൻറ്റ്, ഹിസ് ഫ്രണ്ട്സ്, എവറിത്തിങ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ്, ഗെറ്റ്സ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ ദാറ്റ് പേഴ്സൺ. ലാസ്റ്റ് പോയിൻറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. എങ്ങനെ ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും. എങ്ങനെ അവൻ്റെ ഇൻഫ്ലുവൻസസ്, എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസസിനെ അവൻ എങ്ങനെ എടുക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു പാരൻറ്റ് മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് ദേ ക്യാൻ ഗോ ടു 2 sides. ഇനിയിപ്പോൾ ഈ വ്യക്തി എന്നെ ചീത്ത പറയാനോ തല്ലാനോ ഇല്ല, അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ അടിച്ചു പൊളിക്കാം ലൈഫ് എന്ന് ആ വ്യക്തിക്ക് വിചാരിക്കാം.
അല്ലെങ്കിൽ ഇനി ഇന്ന ആളില്ല, സോ ഐ ഷുഡ് ബി മോർ മെച്ചുവേർഡ് ആൻഡ് കൺട്രോൾ മൈസെൽഫ് ആൻഡ് ഡു തിങ്സ് വിച്ച് ദാറ്റ് പേഴ്സൺ വാണ്ടഡ് മീ ടു ഡു. അങ്ങനെ രണ്ട് സൈഡിലേക്കും തിരിയാം. സോ ആ ഒരു എക്സ്പീരിയൻസസ്, പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസസ് ആ വ്യക്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ടു കൺക്ലൂഡ്, ഈ ഒരു സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ സൈക്കോളജി എയിംസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്, മെക്കാനിസം, ഫാക്ടേഴ്സ് എങ്ങനെ ഒരു ഹ്യൂമൻ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ഹൗ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ പ്രൊമോട്ടിംഗ് ഒപ്റ്റിമൽ ഡെവലപ്മെൻറ്റ്, വെൽബീയിങ്, അഡാപ്റ്റേഷൻ ത്രൂ ഔട്ട് ലൈഫ്. എങ്ങനെ ആ വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു വ്യക്തിയിൽ, എങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് കൊടുക്കുന്നു. ഒരു ഒപ്റ്റിമൽ ഡെവലപ്മെൻറ്റ്, ദർ ഇസ് എ ഒപ്റ്റിമൽ ഡെവലപ്മെൻറ്റ് ഫോർ ഹിസ് വെൽബീയിങ്, ഫോർ ഹിസ് ഓർ ഹെർ അഡാപ്റ്റേഷൻ ത്രൂ ഔട്ട് ലൈഫ്. അതാണ് എന്ത് ഡെവലപ്മെൻറ്റ് എന്നുള്ള പഠനം കൊണ്ട്, ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന പഠനം കൊണ്ട്, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.